നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ നേരത്ത് ATC ഡിഡക്ഷൻസ് ഉണ്ട്, 80D ഉണ്ട്, അതുപോലെ നമുക്ക് ഇപ്പം ടാക്സ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ലൈഫ് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ ഹൗസ് റെൻറ്റ് അലവൻസ് ഉണ്ട്, ഇങ്ങനെയുണ്ട്. അപ്പം ഇതെല്ലാം ഓൾഡ് സ്കീമിലും ന്യൂ സ്കീമിലും എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഈ സ്കീംസിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ന്യൂ സ്കീമിലും അല്ലെങ്കിൽ ഓൾഡ് സ്കീമിലും? നമുക്കിപ്പം ഇൻകം ടാക്സിൽ 2 സ്കീമുണ്ട്, ഓൾഡ് സ്കീമും ഉണ്ട്, ന്യൂ സ്കീമും ഉണ്ട്. നമ്മൾ ന്യൂ സ്കീമും ഓൾഡ് സ്കീമും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തുവാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ ആളുകളുടെ ഒരു ഇൻകം കപ്പാസിറ്റി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ശതമാനം ആളുകൾക്ക് ഇപ്പം നമ്മുടെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ 24-25 ഫിനാൻഷ്യൽ ഇയറിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് 90% ആളുകളും ഫയൽ ചെയ്തിരിക്കുന്നത് ന്യൂ സ്കീമിലാണ്. ഇവർക്കെല്ലാം ഈ പറയുന്ന ഹൗസിംഗ് ലോണ് അല്ലെങ്കിൽ LIC, ഹെൽത്ത് ഇൻഷുറൻസ്, അവരുടെ കുട്ടികളുടെ ട്യൂഷൻ ഫീസ്, ഇങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം ഉണ്ടായിരുന്നു. സ്റ്റിൽ അവർക്കൊക്കെ ന്യൂ സ്കീം തന്നെയാണ് ബെനിഫിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം അടുത്ത വർഷം വരുമ്പം ഇത് ഈ ഒരു ഇപ്പം 90% ഉള്ളത് മേ ബി ഒരു 95 അല്ലെങ്കിൽ ഒരു 98% വരെ വരാം. കാരണം അടുത്ത വർഷത്തെ ലിമിറ്റ്, ന്യൂ സ്കീമിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 12 lakhs ആണ്. 12 lakhൽ താഴെ വരുന്ന ഒരാൾക്ക് ടാക്സ് ഒന്നും അടയ്ക്കേണ്ടി വരുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ടും ന്യൂ സ്കീം ആയിരിക്കും കൂടുതൽ ആളുകളും ഇനി ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഈ പറയുന്ന ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്, മറ്റേ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ്, അതുപോലെ നമ്മൾ ടാക്സ് സേവിങ് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ ഫണ്ട് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ന്യൂ സ്കീമിൽ ഇതിനേക്കാളും വലിയ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്.